ഇതാണ് നമ്മുടെ ചെമ്പകം. ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ചെമ്പകത്തിന് 5 മുതൽ 6 മണിക്കൂറെങ്കിലും നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഈ ചെമ്പകം ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി വെയിൽ കൊള്ളും. ഞാൻ ഒരു നേരം മാത്രമേ ഇതിന് നന കൊടുക്കാറുമുള്ളൂ. ഈ ചെമ്പകത്തിന് നമ്മൾ ഒരു നേരം നനച്ചു കൊടുത്താൽ മതിയാകും. ഇത് ഹൈബ്രിഡ് ചെമ്പകമാണ്. ഇത് ചെറിയ പ്രായമായപ്പോഴേക്കും ഇത് പൂത്തു തുടങ്ങിയിരുന്നു. ഈ ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് കണ്ടില്ലേ, ഇതുപോലെ പൂപ്പലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ മാറുമ്പോൾ ചെടികൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് ഇത്. ഇത് നമുക്ക് സാഫ് 1 സ്പൂൺ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടെറസിന് മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നത് കാണിക്കാത്തത്. മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. നേരത്തെ കാണിച്ച ആ വലിയ ചെമ്പകത്തിൽ നിന്നുമാണ് ഈ തൈ ഞാൻ ഉണ്ടാക്കിയത്. മഴയൊക്കെ തുടങ്ങുമ്പോൾ ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ കളകളൊക്കെ വരാറുണ്ട്. അതൊക്കെ നീക്കം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ വളം ചെയ്ത് കൊടുക്കാവൂ. ഇതുപോലെയുള്ള കമ്പിൽ നിന്ന് ഈസിയായി എങ്ങനെ നമുക്ക് തൈ ഉണ്ടാക്കാമെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിൽ നിന്നും ഒരു ചെറിയ കമ്പ് മുറിച്ചെടുക്കുക. അതിനുശേഷം 3-4 ദിവസം അതിൻ്റെ കറ വറ്റാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇത് സാധാരണ മണ്ണാണ്. സാധാരണ മണ്ണിൽ ഞാൻ വെറുതെ ഒരു ചെറിയ കമ്പ് നട്ട് കൊടുത്തതാണ്. അതിനുശേഷം ഞാൻ തണലത്താണ് വെച്ചിരുന്നത്. ഒരാഴ്ചയിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പോട്ടിലിട്ട് മാറ്റി കൊടുക്കണം. ഇത് ഞാൻ മാറ്റി നടുമ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. വീട്ടിൽ ഇതിൻ്റെ നാടനാണോ ഹൈബ്രിഡാണോ ഉള്ളത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിനിട്ട് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ഇട്ട് കൊടുക്കുക. ഞാൻ ചാണകമാണ് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കുന്നത്. അതിനെ കൂടാതെ ഞാൻ പലതരത്തിലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഉള്ളിത്തൊലി കുറച്ച് 3-4 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതോ അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി 3-4 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതോ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല, കഞ്ഞിവെള്ളവും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നേർപ്പിച്ച് മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചുവട് അഴുക്കുന്നതാണ്. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലെയുള്ള ഗാർഡൻ പരമായ വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്.